അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. സമകാലിക സാഹചര്യത്തിലെ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്, കേന്ദ്ര ഗവൺമെൻറ് വിവാഹപ്രായം 21 നിജപ്പെടുത്തുകയും ഈ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുൻപ് ഉറപ്പിച്ചതും തീരുമാനിച്ചതുമായ വിവാഹബന്ധങ്ങൾ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നടത്തൽ അനിവാര്യമാണ്. എന്നാൽ വിവാഹിതനാകുന്ന വധുവിന് രക്ഷിതാവായി സ്ഥലത്ത് വലിയില്ലെങ്കിൽ വക്കാലത്തുള്ളവർ നടത്തിയാൽ വിവാഹം സാധ്യമാകുകയും സാധുവാകുകയും ചെയ്യും. എന്നാൽ വരൻ സ്ഥലത്തില്ല എങ്കിൽ വക്കാലത്ത് പ്രകാരം അത് മുഖേന വിവാഹം നടത്തൽ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം നടത്തൽ സാധിക്കുമോ, അങ്ങനെ വിവാഹം നടത്തിയാൽ വക്കാലത്ത് മുഖേന വിവാഹം നടത്തിയാൽ അത് സാധുവാകുമോ എന്നിങ്ങനെയുള്ള ആശങ്കകൾ പല കോണുകളിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഒരു വിവാഹം സാധുവാകുന്നതിന് 2 റുക്കിനുകളാണ് നിബന്ധനയാക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നതിൻ്റെ ഇജാബാണ്. വലിയ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ രക്ഷാകർതൃത്വത്തിൽ ഉള്ള ഇന്നയാൾ, അത് മകളോ വക്കാലത്ത് പ്രകാരമുള്ളയാളോ ഏത് രൂപത്തിലുള്ള ആളായിരുന്നാലും നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു എന്ന് പറയുന്ന ഇജാബ്, വരൻ അത് സ്വീകരിച്ചു എന്നുള്ള കബൂലും മഹറും സാക്ഷികളും ഇത്രയുമായാൽ തന്നെ വിവാഹം സഹിഹായി സാധുവായി. എന്നാൽ വരൻ സ്ഥലത്തില്ലാതെയാവുകയും വക്കാലത്ത് മുഖേന വിവാഹം നടത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? മറ്റൊരാളെ വക്കാലത്ത് നൽകി ആ വക്കാലത്തു പ്രകാരം വിവാഹം നടന്നാൽ അത് സഹീഹ ആകുമോ? അതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്കിതിന് മാതൃക കാണാൻ കഴിയും. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിലെ 5-ാം വാള്യത്തിൽ 53-ാമത്തെ നമ്പറായി കൊടുത്ത ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം. ഹബശയിലായിരുന്ന ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹായെ വിവാഹം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ അങ്ങോട്ട് എത്താൻ പ്രയാസമായപ്പോൾ അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെയും അബാ റാഫി റളിയല്ലാഹു അൻഹുവിനെയും വക്കാലത്ത് നൽകി ആ വിവാഹം നടത്തുവാൻ വേണ്ടി ഏൽപ്പിച്ചു എന്ന് കാണാൻ കഴിയും. വയജൂസു അത്തൗക്കീലു ഇൻദ അഖ്ദിൻ നിക്കാഹി ഫിൽ ഈജാബി വൽ ഖുബൂലി ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക്കല അംർ ഇബ്നു ഉമയ്യ വഅബാ റാഫിഅൻ ബിഖബൂലി നിക്കാഹിൻ ലഹു. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ഹബശയിലായിരുന്ന സമയത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി അവരെ സ്വീകരിക്കുവാൻ അംർ ഇബ്നു ഉമയ്യ അതുപോലെ തന്നെ അബാ റാഫി എന്നിവരെ വക്കാലത്ത് നൽകി എന്ന് ഇബ്നു ഖുദാമ തൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ പറ്റും. ഇതിനെ ആസ്പദമാക്കി കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് യജൂസുൽ വക്കാലത്തു ഫി അഖദിൻ നിക്കാഹി വലൗ കാന വക്കല റജുലൻ അഹ്ലഹു ഫി അഖദിൻ നിക്കാഹി അൻഹു ഔ ജറത്തുൽ ആദത്ത് ഫി ബലദ്. ഒരു രാജ്യത്തുള്ള സദാചാര മര്യാദ പ്രകാരം നാട്ടുനടപ്പനുസരിച്ച് വരൻ നൽകിയ വക്കാലത്ത് പ്രകാരം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വിവാഹം നടത്തുന്നതിന് വേണ്ടി, വധുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയിൽ നിന്ന് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വിവാഹം സാധുവാകും, സഹീഹാകും എന്ന് കാണാൻ കഴിയും. ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട അഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ല ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ അഷേഖ് അബ്ദുല്ലാഹി ഇബ്നു ഈദാൻ തുടങ്ങിയ മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തെ വക്കാലത്ത് പ്രകാരമുള്ള വിവാഹത്തെ അനുവദനീയമാണ് എന്ന് പറഞ്ഞതായി അവരുടെ ഫത്വകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ലജ്നത്തുദ് ദായിമ പണ്ഡിത സഭയുടെ മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിൽ ലജ്നത്തുദ് ദായിമയും ഇപ്രകാരം വക്കാലത്ത് നൽകിയാൽ, അതായത് വരൻ വക്കാലത്ത് നൽകിയ വക്കാലത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവാഹം നടത്തിയാൽ ആ വിവാഹം സഹീഹാകും,